ഹായ് ഫ്രണ്ട്സ്, പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ നോക്കാൻ വേണ്ടി പോകുന്നത് നമുക്ക് എങ്ങനെ ഒരു ഗൂഗിൾ പേ അക്കൗണ്ട് തുടങ്ങാമെന്നാണ് ഈ വീഡിയോയിലൂടെ നമ്മൾ നോക്കാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പ് നിങ്ങൾ ചാനൽ ആദ്യമാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ വീഡിയോയ്ക്ക് കമൻറ്റ് ചെയ്യുക. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. ഗൂഗിൾ പേ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആദ്യം ഇതുപോലൊരു ഇൻ്റർഫേസാണ് കാണാൻ സാധിക്കുക. ഇവിടെ നമുക്ക് നമ്മുടെ മൊബൈൽ നമ്പർ നമ്മളൊന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ നിങ്ങൾ ആദ്യം നിങ്ങളുടെ മൊബൈൽ നമ്പർ ഇവിടെ ഒന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. മൊബൈൽ നമ്പർ ടൈപ്പ് ചെയ്ത് കൊടുത്ത ശേഷം നമുക്ക് താഴെയായിട്ട് കണ്ടിന്യൂ എന്ന് കാണാൻ സാധിക്കും. അതിലൊന്ന് ക്ലിക്ക് ചെയ്യുക. അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അടുത്തതായി ഇതുപോലൊരു പേജാണ് കാണാൻ സാധിക്കുക. ഇവിടെ നിങ്ങൾക്ക് നിങ്ങളുടെ മെയിൽ ID കാണാൻ സാധിക്കുന്നതാണ്. ഇനി നിങ്ങൾക്ക് അത് ചേഞ്ച് ചെയ്യണമെങ്കിൽ അവിടെ ക്ലിക്ക് ചെയ്ത് ചേഞ്ച് ചെയ്യാൻ സാധിക്കുന്നതാണ്. അല്ലെങ്കിൽ താഴെയായി കാണുന്ന അക്സെപ്റ്റ് ആൻഡ് കണ്ടിന്യൂ എന്നതിൽ ക്ലിക്ക് ചെയ്യുക. അടുത്തതായി നിങ്ങൾക്ക് ഇവിടെ ഒരു വെരിഫിക്കേഷൻ കാണാൻ സാധിക്കുന്നതാണ്. ശേഷം നിങ്ങൾക്ക് ഇതുപോലെ ഗൂഗിൾ പേ ഓപ്പൺ ചെയ്ത് വരുന്നതാണ്. ഇത് ഗൂഗിൾ പേയുടെ ഒരു നോർമൽ ഇൻ്റർഫേസ് ആണ്. ഇവിടെ കാണുന്ന കണ്ടിന്യൂ എന്നതിൽ ക്ലിക്ക് ചെയ്യുക. ഇനി നമ്മളെ ഗൂഗിൾ പേയിൽ ബാങ്ക് അക്കൗണ്ട് ആഡ് ചെയ്യണം. അതിനായിട്ട് ഇവിടെ കാണുന്ന ആഡ് ബാങ്ക് അക്കൗണ്ട് എന്നതിൽ ക്ലിക്ക് ചെയ്യുക. അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിവിടെ എല്ലാ ബാങ്കുകളും കാണാൻ സാധിക്കുന്നതാണ്. നിങ്ങളുടെ ബാങ്ക് ഏതാണോ അത് നിങ്ങളിവിടെ ക്ലിക്ക് ചെയ്ത ശേഷം ആ ബാങ്ക് ഒന്ന് സെർച്ച് ചെയ്ത് അതിലൊന്ന് സെലക്ട് ചെയ്യുക. അപ്പോൾ നമ്മളിവിടെ കനറ ബാങ്ക് സെർച്ച് ചെയ്ത ശേഷം ഇവിടെ കനറ ബാങ്ക് സെലക്ട് ചെയ്തിട്ടുണ്ട്. ബാങ്ക് സെലക്ട് ചെയ്ത ശേഷം നമുക്കിവിടെ സ്റ്റാർട്ട് എന്ന് കാണാൻ സാധിക്കും. അതിൽ ക്ലിക്ക് ചെയ്യുക. അതിൽ ക്ലിക്ക് ചെയ്ത ശേഷം നിങ്ങളുടെ ATM കാർഡിൻ്റെ ലാസ്റ്റ് 6 ഡിജിറ്റും അതുപോലെ എക്സ്പയറി ഡേറ്റും ഇവിടെ നിന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അത് ടൈപ്പ് ചെയ്ത് കൊടുത്ത ശേഷം നിങ്ങളുടെ ഒരു ആരോ ഐക്കൺ കാണാൻ സാധിക്കുന്നതാണ്. അപ്പോൾ അതിൽ ക്ലിക്ക് ചെയ്യുക. അതിൽ ക്ലിക്ക് ചെയ്ത ശേഷം ഇവിടെ ക്രിയേറ്റ് പിൻ എന്നതിൽ ക്ലിക്ക് ചെയ്യുക. അടുത്തതായി നിങ്ങൾക്ക് ഇതുപോലൊരു പേജാണ് ഓപ്പൺ ആയി വരിക. ഇവിടെ നിങ്ങളുടെ ഗൂഗിൾ പേക്ക് ഒരു 6 ഡിജിറ്റ് UPI പിൻ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അത് ടൈപ്പ് ചെയ്ത് കൊടുത്ത ശേഷം വീണ്ടും നിങ്ങൾക്ക് ഇതുപോലൊരു പേജ് ഓപ്പൺ ആയി വരുന്നതാണ്. അവിടെ നിങ്ങൾ അതൊന്നുകൂടി ടൈപ്പ് ചെയ്ത് കൺഫേം ചെയ്യുക. അപ്പോൾ നമ്മുടെ ഗൂഗിൾ പേയുടെ UPI പിൻ വീണ്ടും കൺഫേം ചെയ്ത ശേഷം ഇവിടെ കാണുന്ന ടിക്ക് ഐക്കണിൽ ക്ലിക്ക് ചെയ്യുക. അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിവിടെ ഒരു വെരിഫിക്കേഷൻ കാണാൻ സാധിക്കുന്നത്. അടുത്തതായി ഇവിടെ കണ്ടിന്യൂ എന്ന് കാണാൻ സാധിക്കും. ആ കണ്ടിന്യൂ എന്നതിൽ ക്ലിക്ക് ചെയ്യുക. അതിൽ ക്ലിക്ക് ചെയ്ത ശേഷം നിങ്ങൾ വീണ്ടും കണ്ടിന്യൂ എന്നതിൽ ക്ലിക്ക് ചെയ്യുക. അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ ഗൂഗിൾ പേ അക്കൗണ്ട് ഇപ്പോൾ റെഡി ആയിട്ടുണ്ട്. ഇനി നിങ്ങൾക്ക് ഗൂഗിൾ പേ ഉപയോഗിച്ചുകൊണ്ട് ട്രാൻസാക്ഷൻസ് നടത്താൻ സാധിക്കുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഉപകാരപ്പെട്ട ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ വീഡിയോയ്ക്ക് കമൻറ്റ് ചെയ്യുക. ഇനിയും ഇതുപോലുള്ള ഒരുപാട് വീഡിയോസ് ചാനൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. എല്ലാവർക്കും താങ്ക് യു.